ദിവസം എത്ര പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. ആ ദിവസങ്ങളിൽ നമുക്ക് എത്ര പോരെ ചോദ്യങ്ങളാണ് മറ്റുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരാൻ കാരണം ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് എത്രയും പെട്ടെന്ന് വന്നിട്ട് കുട്ടീനെ സ്കൂളിൽ ചേർത്തു. അതെന്താ ഇവിടെ ചേർത്തത്, ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഞാൻ ഓരോ ദിവസവും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ ദുബായിൽ സ്കൂൾ ലീവ് എടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ കുട്ടീൻ്റെ ക്ലാസ് അത്രയും മിസ്സാവുന്നത് കൊണ്ടാണ് ഇവിടെ ടെമ്പററി ആയിട്ട് ചേർത്തത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പം നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശയുണ്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. നമ്മളെ ഈ മലപ്പുറം തിരൂരുകാർക്ക് രാവിലത്തെ ദേശീയ ഭക്ഷണമാണ് ദോശ. ദോശ അടിപൊളി തന്നെയാണ്. ഈ ദോശ ഇടുമ്പോൾ എൻ്റെ കെട്ടുവാനെ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് 30 ദിവസം ദോശ ഇട്ട് കൊടുത്താൽ അത്ര ഇഷ്ടമാട്ടോ. അത്ര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ദോശ എന്ന് പറയുന്നത്. സ്നാക്സ് ടൈമിൽ നമ്മൾ സ്നാക്സ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ദുബായിൽ നമ്മൾ ഫ്രൂട്ട്സാണ് കൊടുക്കാറ്. അത് തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ ഒരു അരിദോശയ്ക്ക് ഈ ഒരു മുളകിട്ട ചെമ്മീൻ കറി ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട്. അതിൻ്റെ അമ്മായിമാൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേക്കണേ. ഞാനൊരു വലിയ കുക്കൊന്നുമല്ല, പക്ഷേ ഈ ഒരു കറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ മോളെ വണ്ടി വന്നു, മോള് സ്കൂൾ പോകാനുള്ള ടൈമായിട്ടോ. നമുക്ക് സത്യത്തിൽ കുട്ടികളൊന്ന് വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോണ നേരത്തെ നമുക്കൊരു സങ്കടമല്ലേ. ഈ ഒരാളെ പൊറപ്പിക്കാനാണ് ഏറ്റവും വലിയ പാട്. തിന്നാന്നുള്ളൊരു വിചാരം തന്നെ എനിക്കുള്ളൂ. അതല്ല ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത്. വൈകിട്ടായപ്പോൾ ഒരു ഷവർമ പുതിയ. അങ്ങനെ ഷവർമ മേടിക്കാൻ വേണ്ടി നമ്മൾ മംഗല ലില്ലിസ് കാട്ട് പോയത്. ഇവിടുത്തെ ഷവർമ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഗൾഫിലുള്ള ഷവർമേനേക്കാളും എനിക്കിഷ്ടം നാട്ടിലെ ഷവർമ തന്നെയാണ്. ഞാൻ എവിടെ ഷവർമ മേടിക്കാൻ പോലും മയോനൈസ് ഒക്കെ കുറച്ച് എക്സ്ട്രാ അവരുടെ നിന്ന് മേടിക്കും കേട്ടോ. ചോദിച്ചു മേടിക്കും. ഇങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, കുളിപ്പിച്ച് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ബേക്കറിലൊക്കെ പോയി ബേക്കറിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നു. എനിക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല പേടിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ബാക്കി നാളെ.